പൊന്നാനിയിൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് അപകടം. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അപകടത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി സിപിഐ. സിപിഐയുടെ സീറ്റ് സിപിഐക്ക് തന്നെ ലഭിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അവണിശ്ശേരിയിൽ പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതി കിണറ്റിൽ വീണു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2ാം പ്രതി പുത്തൂർ സ്വദേശി ആഷിഖാണ് കിണറ്റിൽ വീണത്. നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം വൻ ലഹരിവേട്ട. കാറിൽ കടത്തിയ 11,475 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. വാടാനപ്പള്ളിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വിളപ്പായ സ്വദേശി റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2വിൽ 99.9% വിജയത്തോടെ തിരുവനന്തപുരം മേഖല മുന്നിൽ. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. വാർത്തകൾ വിശദമായി. ചേറ്റുവ പടിഞ്ഞാറ് വശം കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. പൊന്നാനി സ്വദേശികളായ സിദ്ദിഖ് മകൻ ഗഫൂർ, കുറിയ, മാക്കാനകത്ത് സലാം എന്നിവരാണ് മരിച്ചത്. പൊന്നാനിയിൽ നിന്നും മത്സ്യബന്ധനത്തിന് പുറപ്പെട്ട ഇസ്ലാഹ് ബോട്ട് സാഗർ യുവരാജ് എന്ന കപ്പലുമായാണ് കൂട്ടിയിടിച്ചത്. ചേറ്റുവയിൽ നിന്നും 16 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ ബോട്ട് 2ആയി പിളർന്ന് കടലിൽ താഴ്ന്നുപോയി. ബോട്ടിലുണ്ടായിരുന്ന മറ്റ് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മുനക്കക്കടവ് ഹാർബറിലെത്തിച്ച ഇവരെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. MLA NK അക്ബർ അടക്കമുള്ളവർ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. അലക്ഷ്യമായി കപ്പൽ ഓടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. മുനക്കക്കടവ് കോസ്റ്റൽ പോലീസ് കപ്പൽ കസ്റ്റഡിയിലെടുത്തു. രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി CPI. CPIയുടെ സീറ്റ് CPIക്ക് തന്നെ ലഭിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവാദത്തിനും ബഹളത്തിനും തങ്ങളില്ല. സീറ്റ് സംബന്ധിച്ച കാര്യം പറയാനുള്ള സ്ഥലം LDF യോഗങ്ങളാണെന്നും പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയ സഖ്യമാണ് LDF. അതുകൊണ്ട് ആ സീറ്റ് LDFൽ CPIയുടെ സീറ്റാണ്. ആ CPIക്ക് ലഭിക്കണം. അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല. CPIക്കകത്ത് സ്റ്റാൻഡുണ്ട്, LDFൽ സ്റ്റാൻഡുണ്ട്. ആ സ്റ്റാൻഡ് വ്യക്തമല്ല എല്ലാവർക്കും. പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതി കിണറ്റിൽ വീണു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2ാം പ്രതി പുത്തൂർ സ്വദേശി പാറയ്ക്കൽ വീട്ടിൽ ആഷിഖാണ് കിണറ്റിൽ വീണത്. അവണിശ്ശേരിയിൽ പ്രതി ഒളിവിൽ കഴിയുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് റൂറൽ SP-യുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡും ഇരിഞ്ഞാലക്കുട പോലീസും എത്തിയത്. പോലീസിനെ കണ്ടയുടൻ ഓടിപ്പോയ പ്രതി വീടിന്റെ മതിൽക്കെട്ടിനോട് ചേർന്നുള്ള കിണറ്റിലേക്ക് വീഴുകയായിരുന്നു. നാട്ടുകാരുടെ സഹായത്തോടെയാണ് പോലീസ് സംഘം ഇയാളെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തത്. ഗുണ്ട ആക്ടിൽപ്പെട്ട് 6 മാസക്കാലത്തോളം ജയിലിൽ കഴിഞ്ഞിരുന്ന പ്രതി ഏതാനും നാളുകൾക്ക് മുൻപാണ് പുറത്തിറങ്ങിയത്. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം വൻ ലഹരിവേട്ട. കാറിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്ന 11,475 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി SI വിനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടിച്ചെടുത്തു. ബാംഗ്ലൂരിൽ നിന്നാണ് വിൽപ്പനയ്ക്കായി പുകയില ഉൽപ്പന്നങ്ങൾ കൊണ്ടുവന്നിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി പഴനിക്കര വീട്ടിൽ ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. പിടിച്ചെടുത്ത പുകയില ഉൽപ്പന്നങ്ങൾക്ക് 5 ലക്ഷം രൂപ വില വരുമെന്ന് പോലീസ് പറഞ്ഞു. അഡീഷണൽ SI സാജൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ സനൽ വിജയൻ, അനീഷ്, ശ്രീകാന്ത് തുടങ്ങിയവർ പോലീസ് സംഘത്തിൽ ഉണ്ടായിരുന്നു. വാടാനപ്പള്ളി സെന്ററിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വെളപ്പായ സ്വദേശി കൈതാരത്ത് വീട്ടിൽ 18 വയസ്സുള്ള റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് പുലരിക്കൽ വീട്ടിൽ ദേവദത്തിന് പരിക്കേറ്റു. വാടാനപ്പള്ളി ആക്ട്സ് പ്രവർത്തകർ ഇരുവരെയും തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും റിച്ചാർഡിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ വിവേകോദയം സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ് റിച്ചാർഡ് നിക്സൺ. 2 മാസം മുൻപാണ് പുതിയ ബുള്ളറ്റ് വാങ്ങിയത്. പഴയന്നൂരിൽ കോളേജ് വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മതിലിൽ ഇടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. നെഹ്റു കോളേജിലെ വിദ്യാർത്ഥികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പരിസരത്തുള്ള വിത്തുൽപാദന കേന്ദ്രത്തിന്റെ മതിലിലാണ് കാർ നിയന്ത്രണം വിട്ട് ഇടിച്ചത്. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിർത്തിയിട്ട കാറിൽ KSRTC സൂപ്പർഫാസ്റ്റ് ബസ് ഇടിച്ചു. അപകടത്തിൽ കാർ യാത്രക്കാരായ 3 പേർക്ക് പരിക്കേറ്റു.
ചാലക്കുടി ഭാഗത്തു നിന്നും വന്ന കാർ സിഗ്നലിൽ നിർത്തിയിട്ട ഉടനെ പുറകിൽ നിന്നും വന്നിരുന്ന ബസ് കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാർ നിയന്ത്രണം വിട്ട് എതിർദിശയിലുള്ള പാതയിലാണ് നിന്നത്. കാറിന്റെ പുറകുവശം തകർന്നു. കാർ യാത്രക്കാരായ 2 സ്ത്രീകൾക്കും ഡ്രൈവർക്കുമാണ് പരിക്കേറ്റത്. പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയിരുന്ന ബസ്സാണ് അപകടത്തിന് ഇടയാക്കിയത്. ബസിന്റെ ചില്ല് തകർന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ദേശീയപാതയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. നാട്ടുകാരും വഴിയാത്രക്കാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. കുന്നംകുളം കുറുക്കൻപാറയിൽ KSRTC സ്വിഫ്റ്റ് ബസ് കാറിൽ ഇടിച്ച് അപകടം. ആർക്കും പരിക്കില്ല. കുന്നംകുളത്ത് നിന്നും ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിൽ ഇതേ ദിശയിൽ മറ്റൊരു വാഹനത്തെ മറികടന്നെത്തിയ KSRTC ബസ് ഇടിക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനായി പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. കഴിഞ്ഞ ദിവസം കുറുക്കൻപാറ സെന്ററിൽ നിയന്ത്രണം വിട്ട KSRTC ബസ് ടോറസ് ലോറിയിൽ ഇടിച്ച് 12 പേർക്ക് പരിക്കേറ്റിരുന്നു. CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 87.98% വിജയം. 99.9% വിജയത്തോടെ തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. 98.47 വിജയശതമാനവുമായി ചെന്നൈ രണ്ടാമതും 96.95 വിജയശതമാനത്തോടെ ബംഗളൂരു 3ാം സ്ഥാനത്തുമാണ്. 10ാം ക്ലാസ്സിൽ 93.6% വിജയം. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബാച്ച് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. നിലവിൽ പ്രതിസന്ധികളില്ല. അത്തരത്തിലുള്ള പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം +1 സീറ്റ് പ്രതിസന്ധി പരിഹരിക്കുന്നതിന് അധിക ബാച്ച് അനുവദിക്കണമെന്ന ആവശ്യത്തിൽ തന്നെയാണ് വടക്കൻ ജില്ലകൾ. ഒല്ലൂരിൽ സിഗ്നലിൽ നിർത്തിയിട്ട ട്രെയിനിന് നേരെ കല്ലേറ്. നാഗർകോവിൽ മംഗലാപുരം പരശുറാം എക്സ്പ്രസിന് നേരെയാണ് കല്ലേറുണ്ടായത്. AC കമ്പാർട്ട്മെന്റിന്റെ ജനൽ ചില്ലുകൾ കല്ലേറിൽ തകർന്നു. ആർക്കും പരിക്കില്ല. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷനും തൈക്കാട്ടുശ്ശേരി റെയിൽവേ ഗേറ്റിനുമിടയിൽ സിഗ്നൽ ലഭിക്കാൻ നിർത്തിയിട്ടപ്പോഴായിരുന്നു സംഭവം. സെറിബ്രൽ പാൾസി മൂലം ജന്മന കൈകാലുകളുടെ ചലനശേഷി പരിമിതപ്പെട്ട കൃഷ്ണകിഷോറിനെ SSLC പരീക്ഷയിൽ പ്രതിസന്ധികളെ മറികടന്ന മിന്നും വിജയം. മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ വിദ്യാർത്ഥിയായ കൃഷ്ണകിഷോർ SSLC പരീക്ഷയിൽ 1 A+, 2 A ഗ്രേഡ്, 2 B+, 3 C+ മികവോടെയാണ് വിജയിച്ചത്. ഓട്ടോ ഡ്രൈവറായ അച്ഛൻ കിഷോറിൻ്റെയും അമ്മ ഗ്രീഷ്മയുടെയും തണലിലായിരുന്നു കൃഷ്ണയുടെ സ്കൂളിൽ പോക്കും പഠനവുമെല്ലാം. ഓരോ ക്ലാസ്സിലെയും അധ്യാപകർ സ്നേഹത്തിൽ ചാലിച്ച് അവന് പാഠങ്ങൾ പകർന്നു നൽകി. 10ാം ക്ലാസ്സിലെ ശൈലജ ടീച്ചർ നൽകിയ പ്രോത്സാഹനവും കരുതലും വിജയം മികവാർന്നതാക്കി. അന്തിക്കാടുള്ള ആൽഫ പാലിയേറ്റീവ് പുനർജനിയിലാണ് കൃഷ്ണകിഷോറിന് ഫിസിയോതെറാപ്പി ചെയ്യുന്നത്. നടക്കാനും ഇടത്തെ കൈകൊണ്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ പ്രയാസമുണ്ടായിരുന്നു. ഇപ്പം അതിലൊക്കെ കുറേ മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ആള് കുറേ കൂടിയും ഒരു കോൺഫിഡൻ്റായി, കുറച്ചും കൂടി ആൾക്കാരോട് സംസാരിക്കാനും എല്ലാത്തിലും കുറേ കൂടി മിടുക്കനായി. ഇപ്പോൾ മസിലുകൾ വലിഞ്ഞു മുറുകിയ അവസ്ഥയിൽ നിന്ന് പതിവ് ചലനങ്ങൾക്ക് പ്രാപ്തമാവുന്ന നിലയിലേക്കും കഴുത്തുൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് സാധാരണ ചലനശേഷി കൈവന്ന അവസ്ഥയിലേക്കും എത്താൻ ഫിസിയോതെറാപ്പി ഏറെ സഹായിച്ചു. ഫിസിയോതെറാപ്പിസ്റ്റ് NV മായ നടത്തിയ ചികിത്സ SSLC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ മകനെ ഒരുപാട് സഹായിച്ചതായി അമ്മ ഗ്രീഷ്മ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. പെർമിറ്റില്ലാതെ അനധികൃത മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി. അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘം തീരക്കടലിലും അഴിമുഖത്തും നടത്തിയ പരിശോധനയിലാണ് എറണാകുളം മുനമ്പം പള്ളിപ്പുറം സ്വദേശി വിനുവിന്റെ ഉടമസ്ഥതയിലുള്ള സെന്റ് ജോർജ് എന്ന ബോട്ട് പിടിച്ചെടുത്തത്. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച പെർമിറ്റ് തുക അടയ്ക്കാതെ മത്സ്യബന്ധനം നടത്തി വരികയായിരുന്നു ഈ ബോട്ട്. ഇതര സംസ്ഥാന തൊഴിലാളികളെയും ഇതര ജില്ലക്കാരെയും ഉപയോഗപ്പെടുത്തിയാണ് തീരക്കടലിൽ ബോട്ട് മത്സ്യബന്ധനം നടത്തി വന്നിരുന്നത്. ബോട്ടിലെ മത്സ്യം പരസ്യലേലം ചെയ്ത് ലഭിച്ച 17,500 രൂപ സർക്കാരിലേക്ക് കണ്ടുകെട്ടി. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 1,20,000 രൂപ പിഴ ചുമത്തുകയും ചെയ്തു. തൃശൂർ ശക്തൻ തമ്പുരാൻ ബസ് സ്റ്റാൻഡ് രാത്രിയിൽ സാമൂഹിക വിരുദ്ധർ താവളമാക്കുന്നതായി ആക്ഷേപം. സ്റ്റാൻഡിനകത്തെ ലൈറ്റുകൾ കത്താത്തതാണ് ഇവർക്ക് സഹായകമാകുന്നത്. വൈകിട്ട് 6 മണിയാകുന്നതോടെ പോക്കറ്റടിക്കാരും ഹാൻഡ്സ് വിൽപ്പനക്കാരും ഇവിടെ തമ്പടിക്കുകയാണ്. വൈകിട്ട് 7 കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ പ്രവേശിക്കുന്ന ബസ്സുകൾ വിരളമാണ്. വെളിച്ചക്കുറവും അനുകൂലമാകുന്നതോടെ പരസ്യമായ മദ്യപാനവും ഇവിടെ പതിവാണെന്ന് സ്റ്റാൻഡിനകത്തെ വ്യാപാരികൾ പറയുന്നു. ലൈറ്റുകൾ കത്തിച്ചാൽ തുടർച്ചയായ ദിവസങ്ങളിൽ പകലും രാത്രിയും വ്യത്യാസമില്ലാതെ കത്തിക്കിടക്കുന്നതായും പറയുന്നു.
കഴിഞ്ഞ ദിവസം രാത്രി വൈകി സ്റ്റാൻഡിൽ എത്തപ്പെട്ട പെൺകുട്ടിക്ക് നേരെ കയ്യേറ്റ ശ്രമം ഉണ്ടായതായും പരാതിയുണ്ട്. ഇരുട്ട് നിറഞ്ഞതിനാൽ സ്റ്റാൻഡിൽ സ്ഥാപിച്ച CCTV ക്യാമറയിൽ ദൃശ്യങ്ങൾ വ്യക്തമാകാത്ത സ്ഥിതിയാണ്. സ്റ്റാൻഡിൽ രാത്രി സമയത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് വ്യാപാരികളുടെ ആവശ്യം. എരുമപ്പെട്ടി മേഖലയിൽ തിങ്കളാഴ്ച പുലർച്ചെയുണ്ടായ ഇടിമിന്നലിൽ വ്യാപക നാശനഷ്ടം. വെള്ളാറ്റഞ്ഞൂർ, പഴവൂർ പ്രദേശങ്ങളിലെ വീടുകളിൽ വയറിംഗ് പൂർണ്ണമായും കത്തിനശിക്കുകയും വൈദ്യുതോപകരണങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. പഴവൂർ കറുപ്പം വീട്ടിൽ കബീറിന്റെ വീട്ടിലെ വയറിംഗും വൈദ്യുത ഉപകരണങ്ങളും കത്തിനശിച്ചു. വെള്ളാറ്റഞ്ഞൂർ പടിഞ്ഞാട്ടുമുറിയിൽ ഐക്കര വേണുഗോപാലിന്റെ വീട്ടുപറമ്പിലെ തെങ്ങ് കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. ഗുരുവായൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ച് വഴിയോര കച്ചവടം തകർത്തി. യാത്രക്കാർ ദുരിതത്തിൽ. പഴയ BSNL ഓഫീസിന് സമീപത്തുള്ള കാത്തിരിപ്പ് കേന്ദ്രത്തെ മറച്ചുകൊണ്ടാണ് തെരുവോര കച്ചവടം നടക്കുന്നത്. യാത്രക്കാരുടെ പരാതിയെ തുടർന്ന് നഗരസഭ ഇടപെട്ട് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ കച്ചവടം ചെയ്യണമെന്ന് നേരത്തെ താക്കീത് നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഏതാനും നാളുകൾ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിലായിരുന്നു കച്ചവടം. എന്നാൽ വീണ്ടും പഴയതിനേക്കാൾ കൂടുതൽ മറ ഒരുക്കിയാണ് കച്ചവടം നടത്തുന്നത്. ഇതുമൂലം യാത്രക്കാർ ബസ് വരുന്നത് കാണുവാൻ വേണ്ടി റോഡിലേക്ക് ഇറങ്ങി നിൽക്കേണ്ട സ്ഥിതിയാണ്. നിരവധി അപകട മരണങ്ങൾ നടന്നിട്ടുള്ള സ്ഥലം കൂടിയാണ് ഇത്. തിരക്കേറിയ ഈ ജംഗ്ഷനിലെ തെരുവോര കച്ചവടക്കാരെ നിയന്ത്രിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. പബ്ലിക്കിന്റെ നിർദ്ദേശപ്രകാരമാണ് നമ്മളത് പണിതത്. രണ്ടാമത് ഇവിടെ ഈ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന ബസ്സുകള് ഇവിടെ ഇരിക്കണ പാസഞ്ചേഴ്സിന് കാണാനില്ല. അവര് റോഡിൽ ഇറങ്ങി നിന്നിട്ട് വേണം ബസ് ഏതാണ് റൂട്ട്, ഏതാണ് അതിലേക്ക് ഏത് റൂട്ടിലേക്ക് പോകണമെന്ന് നോക്കണമെങ്കിൽ. അപ്പത്തിനും ബസ്സും പാസ്സായി. അപ്പൊ അത് ഒന്ന് ഈ ഫുട്പാത്ത് കച്ചവടങ്ങളൊന്ന് കുറച്ച് ഇറക്കി നിർത്തിയിട്ടോ അല്ലെങ്കിൽ കുറച്ച് മാറ്റി നിർത്തിയിട്ടോ ഒരു കച്ചവടം ചെയ്യണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അതിനുവേണ്ടി ഒരു നടപടി ഉണ്ടാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. വിവിധ ആവശ്യങ്ങൾക്കായി കണ്ടശാംകടവ് KSEB ഓഫീസിലെത്തിയവരെ വിസ്മയിപ്പിച്ച് ഗസൽ സംഗീതത്തിന്റെ അലയൊലികൾ. വിരമിക്കുന്ന ജീവനക്കാരന്റെ യാത്രയയപ്പിനായാണ് സംഗീതപ്രേമികളായ സഹപ്രവർത്തകർ ചേർന്ന് ഗസൽ സംഗീതത്തിന്റെ തേൻമഴ ചൊരിഞ്ഞത്. ഓവർസിയറായ അരുമ്പൂർ സ്വദേശി മാളിയേക്കൽ സതീശന്റെ യാത്രയയപ്പിനാണ് KSEB ഓഫീസിൽ ഗസൽ സദ്യ ഒരുക്കിയത്. മെഹദി ഹസന്റെ ഗാനങ്ങളും MS ബാബുരാജിന്റെ ഗാനങ്ങളും കൊണ്ട് വിഭവസമൃദ്ധമായിരുന്നു സംഗീത വിരുന്ന്. മുൻ KSEB ഡയറക്ടർ നന്ദൻ, മുൻ സൂപ്രണ്ടുമാരായ ജയദീപ്, ജയരാജ്, സബ് എഞ്ചിനീയർമാർ തുടങ്ങിയവർ വേദിയിലെത്തി ഗാനങ്ങൾ ആലപിച്ചു. ആവേശഭരിതരായി ലൈൻമാൻമാരും സുഹൃത്തുക്കളും കൂടി പാടാനെത്തിയതോടെ തൃക്കുന്നത്തുള്ള KSEB ഓഫീസ് പരിസരം ഗസൽ അലയൊലികളിൽ മുങ്ങി. അരുമ്പൂർ KSEB ഓഫീസിലെ സീനിയർ സൂപ്രണ്ട് സച്ചിത് കുമാർ ഗസലിന് തബലയിൽ താളമേകി. എൻ്റെ റിട്ടയർമെന്റിന്റെ ഭാഗമായിട്ട് ഞങ്ങളുടെ KSEB-യിലത്തെ ജീവനക്കാരടങ്ങുന്ന ഒരു സംഗീത കൂട്ടായ്മ, അവരുടെ ഒരു കൂടിച്ചേരൽ ചേർന്ന് ട്രീറ്റൊക്കെ ഉണ്ടായിരുന്നു. ധാരാളം പേര് പങ്കെടുക്കുന്ന കൂട്ടായ്മകൾ എല്ലാ ഞായറാഴ്ചകളിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് നടത്താറുണ്ട്. ഞങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ പങ്കെടുത്ത് എൻ്റെ ഈ റിട്ടയർമെന്റിനനുസരിച്ചുള്ള ഈ ഒരു പരിപാടി വളരെ ഭംഗിയായിട്ട് എല്ലാവരും സഹകരിച്ചു. 2 ഡസനിലേറെ ഗാനങ്ങൾ കൊണ്ട് തീർത്ത പാട്ടിന്റെ പാലാഴിയിൽ നീന്തി തുടിച്ച് പങ്കെടുത്തവരും കണ്ടുനിന്നവരുമെല്ലാം അവിസ്മരണീയ അനുഭവം സ്വന്തമാക്കിയാണ് സഹപ്രവർത്തകന് യാത്രാമൊഴിയേകിയത്. TCV ന്യൂസ്, തൃശൂർ. തിരുവല്ലുവാമലയിൽ തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന +2 അധ്യാപിക മരിച്ചു. തിരുവല്ലുവാമല പറക്കോട്ട് പാടം തേഞ്ചേരി വീട്ടിൽ അരവിന്ദാക്ഷന്റെ ഭാര്യ 44 വയസ്സുള്ള ധന്യശ്രീയാണ് മരിച്ചത്. ഭർത്താവിന്റെ സഹോദരിയുടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം. ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. പഴയന്നൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു.
സംഘടനാ ജനറൽ സെക്രട്ടറിക്കെതിരായ ഭരണകൂട നടപടിയിൽ പ്രതിഷേധിച്ച് ജോയിന്റ് കൌൺസിൽ തൃശൂർ കളക്ടറേറ്റിന്റെ മുന്നിൽ പ്രകടനം നടത്തി. തിരുവനന്തപുരം ജില്ലാ കളക്ടർക്കെതിരെ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ച ജോയിന്റ് കൌൺസിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജയചന്ദ്രൻ കല്ലിങ്കലിന് സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയതിൽ പ്രതിഷേധിച്ചാണ് സംഘടന സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരക്കേറിയ സമയത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറെ തിരുവനന്തപുരം കളക്ടർ വസതിയിലേക്ക് വിളിച്ചു വരുത്തിയതും ഇതുമൂലം രോഗികൾ ചികിത്സ കിട്ടാതെ വലഞ്ഞതും വലിയ വിവാദമായിരുന്നു. ഇത് സംബന്ധിച്ച ചാനൽ ചർച്ചയിൽ കളക്ടറെ തള്ളി പ്രതികരിച്ചതോടെയാണ് ജയചന്ദ്രനെ സർക്കാർ കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. തൃശൂർ കളക്ടറേറ്റിന് മുന്നിൽ നടന്ന പ്രതിഷേധ യോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ഹാപ്പി ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് ആർ ഹരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സംഘടനാ ജില്ലാ വൈസ് പ്രസിഡന്റ് TR ഗോപകുമാർ, ജില്ലാ സെക്രട്ടറി മെർലി എന്നിവർ സംസാരിച്ചു. ഓഫീസ് പരിസരത്ത് പഴന്തോട്ടവും പൂന്തോട്ടവും ഒരുക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ഷാജു ലോനപ്പൻ എന്ന ഉദ്യാനപാലകനായ തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ. മാലിന്യം നിറഞ്ഞ് വൃത്തിഹീനമായി കിടക്കുന്ന സർക്കാർ സ്ഥാപനങ്ങൾക്ക് മാതൃകയാവുകയാണ് ഷാജുവിന്റെ ഈ പ്രവൃത്തി. തൃശൂർ പാലസ് റോഡിൽ പ്രവർത്തിക്കുന്ന ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും പരിസരവുമാണ് പൂന്തോട്ടവും പഴത്തോട്ടവും നിർമ്മിച്ച് ചിയാരം സ്വദേശിയായ ഷാജു ലോനപ്പൻ മനോഹരമാക്കിയിരിക്കുന്നത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ജോലി ഒട്ടും ബാധിക്കാതെയാണ് ഷാജുവിന്റെ ദിവസേനയുള്ള തോട്ടപരിപാലനം. റോഡിലൂടെ കടന്നു പോകുമ്പോൾ വേസ്റ്റുകൾ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലമാണ് ഇന്ന് പല വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും തോട്ടമായി മാറിയിരിക്കുന്നത്. ഓഫീസിന് മുന്നിൽ ഫുട്പാത്തിനോട് ചേർന്നുള്ള സ്ഥലത്ത് ഹൈബ്രിഡ് തരത്തിലുള്ള അമ്രപാലി, മല്ലിക, ബംഗാരപ്പള്ളി തുടങ്ങി വിവിധ തരം മാവുകൾ, നെല്ലി, കുരുമുളക്, 1.5 വർഷം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവുകൾ, എളന്തപ്പഴം, സീഡ്ലെസ് നാടൻ ചാമ്പ, സപ്പോട്ട, റെഡ് ലേഡി പപ്പായ, റംബൂട്ടാൻ, കായ്ക്കാറായി നിൽക്കുന്ന അബിയു തുടങ്ങിയ ഫലവൃക്ഷങ്ങളും ഈ ഫലവൃക്ഷങ്ങൾക്കിടയിൽ ഭംഗിയായി നട്ട വിവിധ തരം ഇലച്ചെടികളും വളർന്നു നിൽക്കുന്നു. ഓഫീസ് അങ്കണത്തിൽ 10,000 രൂപയോളം മുടക്കി 20ഓളം ചട്ടികളിലായി നട്ടുവളർത്തിയ 12 തരം ബോഗൺവില്ല പൂന്തോട്ടവും ഏവരുടെയും മനം കവരുന്നതാണ്. നമ്മുടെ കോവിഡിൻ്റെ ഒരു സമയത്താണ് ഈ ഫ്രണ്ടിൽ കാണുന്ന മാവും അതുപോലുള്ള സാധനങ്ങളൊക്കെ നട്ട് അത് വളർന്നു വരുന്നത് കണ്ടപ്പോൾ നമുക്ക് ഇത് നട്ട് കഴിഞ്ഞാൽ വിജയിക്കുമെന്നൊരു തോന്നൽ വന്നു. അപ്പോൾ അങ്ങനെയാണ് പതിയായിട്ട് ഒരു 10-30ഓളം വെറൈറ്റി ഫ്രൂട്ട് പ്ലാന്റ്സ് ആയാലും പൂക്കളൊക്കെ ആയാലും നമ്മളിവിടെ നട്ട് വളർത്തിയത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ, റോട്ടിൽ കൂടെ ആളുകൾ നോക്കി പോകുന്നത് കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. കൃഷിയോട് പൊതുവെ താല്പര്യമുണ്ട്. ഞാൻ വീട്ടിൽ നട്ടേക്കുന്ന ഒരുവിധം എല്ലാ സാധനങ്ങളും എൻ്റെ ഓഫീസിലും ഞാനത് കൊണ്ടുവന്ന് നട്ട് ഇവിടെ പരിപാലിക്കുന്നുണ്ട്. കൂടാതെ ഓഫീസിന് പുറകുവശത്തായി കുന്നൻ വാഴകൾ, പ്ലാവുകൾ, റംബൂട്ടാൻ, ഫാഷൻ ഫ്രൂട്ട്, ഒടിച്ചുകുത്തി നാരകം, മാവുകൾ, തായ്ലാന്റ് പിൻഡ് ചാമ്പ, അനാർ, വിവിധ തരം പേര തുടങ്ങി എല്ലാത്തരം ഫലവൃക്ഷങ്ങളും നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്നു. ഫലങ്ങൾ പാകമാകുമ്പോൾ ജീവനക്കാർ തന്നെ ഉപയോഗിക്കുകയാണ് പതിവ്. റോഡ് സൈഡിലുള്ള കായ്ഫലങ്ങൾ ആവശ്യക്കാർ പറിച്ചുകൊണ്ടുപോകും. ദിവസവും രാവിലെ 8:30 ഓഫീസിലെത്തുന്ന ഷാജു ഇവയെ മക്കളെ പോലെയാണ് പരിപാലിക്കുന്നത്. സ്ഥലമാറ്റത്തിന്റെ ഭാഗമായി 1 വർഷം കൊയിലാണ്ടിയിലേക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോൾ ഇവിടെ വാച്ച്മാൻ ആയിരുന്ന സുനിലാണ് ഇവയെ നനച്ച് പരിപാലിച്ചു പോന്നത്. മാലിന്യ കൂമ്പാരമായി മാറുമായിരുന്ന ഓഫീസ് പരിസരം ഫലവൃക്ഷങ്ങളും ചെടികളും നട്ട് പരിപാലിക്കാൻ കഴിഞ്ഞതിൽ വളരെ ആത്മസംതൃപ്തിയുണ്ടെന്ന് ഷാജു ലോനപ്പൻ പറയുന്നു. TCV ന്യൂസ്, തൃശൂർ. ADGP P. വിജയൻ കേരള പോലീസ് അക്കാദമി ഡയറക്ടറായി ചുമതലയേറ്റു. സർക്കാരിന്റെ നവകേരളം എന്ന ആശയം പോലീസിന്റെ അക്കാദമി സിലബസിൽ ഉൾപ്പെടുത്തി മികച്ച പോലീസ് സേനയെ നാടിന് സമർപ്പിക്കുമെന്ന് P. വിജയൻ പറഞ്ഞു. 2023 കേരള ഫിലിം ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ എരുമപ്പെട്ടി ഗ്രാമത്തിനും അഭിമാനിക്കാവുന്ന നേട്ടം. എരുമപ്പെട്ടി സ്വദേശി റോയ് തൈക്കാടൻ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരം. JR ഫിലിം ഹൗസിന്റെ ബാനറിൽ റോയ് തൈക്കാടൻ രചനയും സംവിധാനവും നിർവഹിച്ച കുട്ടികളുടെ സിനിമയായ മോണോ ആക്ടിലെ ഗാനത്തിനാണ് 2 സ്പെഷ്യൽ ജൂറി പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ഓരോ മോഹമൻ വഴിത്താരയിൽ കൂടും കൂരിരുൾ തളർത്തിയിടവേ എന്ന് തുടങ്ങുന്ന ഗാനത്തിൽ വരികൾക്കും സംഗീതത്തിനുമാണ് പുരസ്കാരം. ഗാനരചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് ഷാജി കുമാറാണ്.
സജി എരുമപ്പെട്ടിയാണ് ചിത്രത്തിന്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത്. സീരിയൽ സിനിമാ താരം ഗിരിധർ, എരുമപ്പെട്ടി സ്വദേശികളായ അലൻഡ റോയ്, ആഷർ റോയ്, കലാഭവൻ നിശാന്ത്, അൻവർ എരുമപ്പെട്ടി, കണ്ണൻ തിരുത്ത്, നിൽഷേ, വൈഗ നിശാന്ത് എന്നിവർ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട്. ദാസ് വടക്കാഞ്ചേരിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ. മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള 4ാമത് സത്യജിത് റേ ഗോൾഡൻ ആർക്ക് അവാർഡും ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. TCV എരുമപ്പെട്ടി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലെ ഊട്ടുതിരുനാൾ ആഘോഷത്തിന് തുടക്കമായി. തീർത്ഥകേന്ദ്രം വികാരി ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ അടുപ്പിൽ തീ പകർന്നതോടെ ഊട്ടുസദ്യയ്ക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. 100,000 പേർക്കാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. ചൊവ്വാഴ്ച രാവിലെ 10-ന് കോട്ടപ്പുറം രൂപതാമെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന ദിവ്യബലിക്ക് ബിഷപ്പ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. രാവിലെ 10:15-ന് തുടങ്ങുന്ന ഊട്ടുനേർച്ച രാത്രി 9:30 വരെ തുടരും. തുമ്പൂർമുഴിയിൽ പട്ടാപ്പകൽ വീടിനടുത്ത് കാട്ടാനയെത്തി. തുമ്പൂർമുഴി ഗാർഡന് സമീപത്തെ മേപ്പുള്ളി ജോസിന്റെ വീട്ടുമുറ്റത്താണ് കൊമ്പനാന വന്നത്. തീറ്റ തേടിയെത്തിയ ആന പിന്നീട് വീടിനടുത്തേക്കും എത്തി. പരിസരത്തുണ്ടായിരുന്ന ജോസിന്റെ ഭാര്യയടക്കമുള്ള കുടുംബാംഗങ്ങൾ ഭയന്നുവിറച്ച് അകത്തേക്ക് ഓടിക്കയറി. ഏറെ നേരം ബഹളം വെച്ചതിന് ശേഷമാണ് ആന മടങ്ങിപ്പോയത്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ ഓഫ് തൃശൂരിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ദ്വിദിന ശബ്ദാനുകരണ ശില്പശാലയ്ക്ക് സാഹിത്യ അക്കാദമിയിൽ തുടക്കമായി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ശില്പശാല ഉദ്ഘാടനം ചെയ്തു. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ തൃശൂർ പ്രസിഡന്റ് KT കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. മിമിക്രിയുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭർ നയിക്കുന്ന ക്ലാസുകളും പ്രഭാഷണങ്ങളും പരിശീലനങ്ങളും മിമിക്രി അവതരണങ്ങളും 2 ദിവസങ്ങളിലായി ശില്പശാലയുടെ ഭാഗമായി അരങ്ങേറും. പിന്നെ അദ്ദേഹം നല്ല രീതിയിലുള്ള ഒരു ആദ്യ സെഷനിലേക്ക് കടക്കും. ഓക്കെ, താങ്ക് യു. യാത്രക്കാരി ട്രെയിൻ നമ്പർ 621 ചെന്നൈയിൽ നിന്നും മംഗലാപുരം വരെ പോകുന്ന ചെന്നൈ മംഗലാപുരം ഇന്റർസിറ്റി എക്സ്പ്രസ് അല്പസമയത്തിനകം പ്ലാറ്റ്ഫോം നമ്പർ 2-ൽ എത്തിച്ചേരുന്നു. മേലൂർ നടത്തുരുത്തിൽ ബൈക്കിൽ കൊണ്ടുപോയിരുന്ന 2.3 കിലോഗ്രാം കഞ്ചാവുമായി 2 യുവാക്കളെ ചാലക്കുടി എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. ആലുവ പാറപ്പുറം സ്വദേശി അലൻ, കുന്നത്തുനാട് താണിപ്പുഴക്കര കുറ്റൂക്കാരൻ ഷാനു എന്നിവരെയാണ് ഇൻസ്പെക്ടർ S സമീറും സംഘവും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. അങ്കമാലിയിൽ ഇതര സംസ്ഥാനക്കാരായ ഏജന്റിൽ നിന്നാണ് കഞ്ചാവ് വാങ്ങിയതെന്ന് അറസ്റ്റിലായ യുവാക്കൾ ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. പരിയാരം കൊന്നക്കുഴിയിൽ റബ്ബർ പുകപ്പുര കത്തിനശിച്ചു. OP പത്രോസ് ആൻഡ് എസ്റ്റേറ്റിലാണ് അഗ്നിബാധ ഉണ്ടായത്. 1.5 ടൺ ഒട്ടുപാൽ കത്തിനശിച്ചു. പുകയിടുന്നതിനിടയിലായിരുന്നു തീപിടിച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KC മുരളിയുടെ നേതൃത്വത്തിലുള്ള അഗ്നിശമന സേനാ വിഭാഗം ചാലക്കുടിയിൽ നിന്നും എത്തി തീ നിയന്ത്രണ വിധേയമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. പൊന്നാനിയിൽ കടലിൽ കപ്പലും ബോട്ടും കൂട്ടിയിടിച്ച് അപകടം. 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു. 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. അപകടത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു. രാജ്യസഭാ സീറ്റ് വിവാദത്തിൽ പ്രതികരണവുമായി CPI-യുടെ സീറ്റ് CPI-ക്ക് തന്നെ ലഭിക്കണമെന്ന സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അവണിശ്ശേരിയിൽ പോലീസിനെ കണ്ട് ഭയന്നോടിയ പ്രതി കിണറ്റിൽ വീണു. മൂർക്കനാട് ഇരട്ട കൊലപാതക കേസിലെ 2ാം പ്രതി പുത്തൂർ സ്വദേശി ആഷിഖാണ് കിണറ്റിൽ വീണത്. നാട്ടുകാരും പോലീസും ചേർന്ന് പ്രതിയെ കിണറ്റിൽ നിന്നും പുറത്തെടുത്തു. ചെറുതുരുത്തി കൊച്ചിൻ പാലത്തിനു സമീപം വൻ ലഹരിവേട്ട. കാറിൽ കടത്തിയ 11,475 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചെറുതുരുത്തി പോലീസ് പിടികൂടി. വാടാനപ്പള്ളിയിൽ സുഹൃത്തുക്കൾ സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റ് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. വെളപ്പായ സ്വദേശി റിച്ചാർഡ് നിക്സൺ ആണ് മരിച്ചത്. CBSE +2 10ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. +2-വിൽ 99.9% വിജയത്തോടെ തിരുവനന്തപുരം മേഖല മുന്നിൽ. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.